ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ സെക്കൻഡ് ചാപ്റ്റർ ഹൗ മച്ച് ഡസ് എ കർവ് കർവ്. അപ്പം ഇന്ന് അതിലത്തെ ഫസ്റ്റ് ടോപ്പിക്കായ കർവേച്ചറിനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം കർവേച്ചർ അല്ലെങ്കിൽ ഒരു കർവ് എന്നൊക്കെ പറയുമ്പോൾ അത് എത്രമാത്രം കേർഡ് ആണെന്ന് വെച്ചാൽ അതിൽ എത്രമാത്രം വളവുണ്ട് എന്നുള്ളതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ സാധാരണ നിലയിൽ ഒരു സ്ട്രെയിറ്റ് ലൈനിന് എന്താ വളവ് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ വളവ് 0 ആണ് എന്ന് പറയും നമ്മൾ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കിപ്പോൾ ഒരു കർവിൻ്റെ കർവേച്ചർ എന്താണ് എന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ആ കർവിൻ്റെ ആ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിൽ നിന്നും എത്രമാത്രം ഡീവിയേറ്റ് ചെയ്തിട്ടാണ് നിങ്ങളുടെ കർവ് കിടക്കുന്നത് അതിനെയാണ് നമ്മൾ ആ കർവിൻ്റെ കർവേച്ചർ കൊണ്ട് പറയുന്നത്. കാരണം ഈ സ്ട്രെയിറ്റ് ലൈനിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം കർവേച്ചർ 0 ആണ്, അതായത് വളവുകളൊന്നും ഇല്ല എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് കൊണ്ട് നമ്മൾ പറയുന്നത് ഒരു കർവിൻ്റെ കർവേച്ചർ എന്ന് പറഞ്ഞാൽ ഇത് ഒരു പോയിന്റിലെ കർവേച്ചർ എന്ന് പറയുമ്പോൾ ആ പോയിന്റിലുള്ള ടാൻജന്റ് ലൈനിൽ നിന്നും നിങ്ങളുടെ കർവ് എത്രമാത്രം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്നാണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് എന്താണെന്ന് പറഞ്ഞാൽ ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് കർവിൻ R2 ആണ് എന്ന് വിചാരിക്കാം. എങ്കിൽ ഗാമയുടെ കർവേച്ചർ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ള കാര്യമാണ്. അതായത് ഇപ്പം നമ്മൾ പറഞ്ഞില്ലേ ഒരു കാര്യം, അത് ഒരു പോയിന്റിലെ കർവേച്ചർ എന്താണെന്ന് നോക്കാൻ നിങ്ങൾ ആ പോയിന്റിൽ നിങ്ങളുടെ കർവ് നിങ്ങളുടെ അവിടുത്തെ ആ പോയിന്റിലെ ടാൻജന്റ് ലൈനിൽ നിന്നും എത്രമാത്രം ഡീവിയേറ്റ് ചെയ്ത് കിടക്കുന്നു എന്ന് നോക്കിയാൽ മതി എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ആ ഒരു കൺസെപ്റ്റ് മനസ്സിൽ വെച്ചിട്ട് നമ്മൾ ഈ ഗാമ എന്ന് പറയുന്ന യൂണിറ്റ് സ്പീഡ് കർവ് നമ്മൾ R2 കൺസിഡർ ചെയ്യുന്നു, അതായത് ഒരു പ്ലെയിൻ കർവ് കൺസിഡർ ചെയ്യുന്നു. ദെൻ അതിൻ്റെ കർവേച്ചർ നമ്മൾ മെഷർ ചെയ്യാൻ ശ്രമിക്കുകയാണ്. അപ്പോൾ ഗാമേനെ ഞാൻ ടിയുടെ പാരാമീറ്ററായിട്ട് എക്സ്പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗാമ ഓഫ് ടി എന്നുള്ള പോയിന്റിൽ നിന്നും, അതായത് ടി മാറി ടി പ്ലസ് ഡെൽറ്റ ടി ആകുമ്പോൾ നിങ്ങളുടെ ഗാമ ഓഫ് ടി എവിടെ മാറും? ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് മാറും. അങ്ങനെയാണെങ്കിൽ ഒരു ലൈൻ അവർ പറയുന്നുണ്ട്, അത് മനസ്സിലാക്കാനായിട്ട് നമുക്ക് ശ്രമിക്കാം. ആസ് ദ പാരാമീറ്റർ ടി ഓഫ് ഗാമ ചേഞ്ചസ് ടു ടി പ്ലസ് ഡെൽറ്റ ടി, the curve moves away from its tangent line at gamma of t by a distance gamma of t plus delta of t minus gamma of t dot n, where n is the unit vector perpendicular to the tangent vector gamma dot of t of gamma at the point gamma of t. എന്താ പറഞ്ഞത്? നിങ്ങൾ ടിയിൽ നിന്നും ടി പ്ലസ് ഡെൽറ്റ ടിയിലേക്ക് മാറിയാൽ നിങ്ങളുടെ കർവ് എവിടുത്തെ ടാൻജന്റ് ലൈൻ? ഗാമ ഓഫ് ടിയുടെ ടാൻജന്റ് ലൈനിൽ നിന്നും ഈ ഡീവിയേഷനിൽ അല്ലെങ്കിൽ ഈ ഡിസ്റ്റൻസിൽ കിടക്കും, ഡീവിയേഷനിൽ ഈ ഡിസ്റ്റൻസിൽ കിടക്കുമെന്നും ഇവിടെ എൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഗാമ ഡോട്ട് ഓഫ് ടിയുടെ യൂണിറ്റ് നോർമൽ വെക്ടറിനെയുമാണ്. ടി എന്നുള്ള പോയിന്റിലുള്ള നിങ്ങളുടെ ടാൻജന്റ് വെക്ടറുടെ അവിടെയുള്ള യൂണിറ്റ് നോർമൽ വെക്ടറിനെയാണ് എൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് എങ്ങനെയാണ് വന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ ആ കാര്യം ഡിസ്റ്റൻസിനെ കുറിച്ച് അറിയണമെങ്കിൽ നമുക്കൊരു ചെറിയ +1 ക്ലാസ്സുകളിലെ നമ്മുടെ നമ്മുടെ ജോമെട്രിയുടെ കുറച്ച് ഐഡിയാസ് ആവശ്യമുണ്ട്. സപ്പോസ് നിങ്ങൾക്ക് ഒരു പോയിന്റ് തന്നിരിക്കുന്നു Q(x0, y0) എന്നുള്ളത്. ആ പോയിന്റിൽ നിന്നും ഈ ഒരു ലൈൻ പി പോയിന്റ് ആയിരിക്കുന്ന ഈ ഒരു ലൈനിലേക്ക് എനിക്ക് എന്താണ് ഡിസ്റ്റൻസ് എന്ന് എനിക്ക് കാണാം. അപ്പോൾ ഏറ്റവും ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് കാണാം. അപ്പോൾ ആ ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യൂവിൽ നിന്നും ഈ ലൈനിലേക്കുള്ള പെർപെൻഡിക്കുലർ ആയിരിക്കുമെന്ന് നമുക്കറിയാം. ഓക്കെ, അപ്പോൾ എനിക്ക് വേണ്ടത് ഈ ദൂരം d എത്രയാണ് എന്നുള്ളതാണ്. അപ്പോൾ അത് കാണാനായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാന്ന് പറഞ്ഞാൽ ഈ ലൈനിലെ ഏതെങ്കിലും ഒരു പോയിന്റ് ചൂസ് ചെയ്യാം. ലെറ്റ് p ഓർഡേർഡ് പെയർ x1 y1 ആണ് നിങ്ങൾ ചൂസ് ചെയ്തത് എന്ന് വിചാരിക്കാം. ദെൻ യു കൺസിഡർ ദ വെക്ടർ PQ. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടൊരു പെർപെൻഡിക്കുലർ വരച്ചാൽ ഈ ആംഗിൾ സപ്പോസ് തീറ്റയാണെന്ന് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുമ്പോൾ അയാളുടെ അഡ്ജസൻറ്റ് സൈഡാണ് തീറ്റയുടെ ആയിട്ട് വരുന്നത്. സോ നിങ്ങൾക്ക് പറയാം ഡി എന്ന് പറഞ്ഞാൽ ഇവിടെ ഹൈപ്പോട്ടനീസ് ആയിട്ട് വരിക PQ വെക്ടർ ആയിട്ടാണ് ഞാൻ കാണാൻ പറഞ്ഞത്. സോ ഇറ്റ് വിൽ ബി നോൺ PQ എന്ന് എടുക്കാം. D = നോൺ PQ cos തീറ്റ എന്ന് എഴുതാം. ശരിയല്ലേ? ഇനി ഞാൻ ഈ പി എന്നുള്ള അവിടുത്തെ നോർമൽ വെക്ടറാണ് n എന്ന് പറഞ്ഞ് ഞാൻ എടുക്കുന്നു. അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഈ ഇക്വേഷനിൽ നോം n കൊണ്ട് ഡിവൈഡ് ചെയ്യുക, മൾട്ടിപ്ലൈ ചെയ്യാം.
അപ്പോൾ എനിക്ക് ഈ രീതിയിൽ വരുമല്ലോ. ഇതിൽ നോം പി ക്യൂ നോം വെക്ടർ എൻ കോസ് തീറ്റ എന്ന് പറഞ്ഞാൽ അതാരാണ്? നിങ്ങളുടെ വെക്ടർ പി ക്യൂ ഡോട്ട് വെക്ടർ എൻ ആണ്. സോ മുകളിലുള്ള ഭാഗം വെക്ടർ പി ക്യൂ ഡോട്ട് വെക്ടർ എൻ ബൈ നോം എൻ ആണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ ഈ ഒരു ഐഡിയ നിങ്ങൾ നിങ്ങളുടെ കർവിലേക്ക് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ ഫിഗറും നമ്മളിപ്പോൾ നോക്കിയ റിസൾട്ടും കൂടി നമുക്ക് കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കിട്ടുക എന്താണെന്ന് വെച്ചാൽ, ക്യൂ എന്ന് പറയുന്ന പോയിന്റ് നമ്മൾ ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി ആയിട്ടും പി എന്ന് പറയുന്ന പോയിന്റ് ഗാമ ഓഫ് ടി ആയിട്ടും എടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ ഡി എന്ന് പറയുന്നത് വെക്ടർ പി ക്യൂ ഡോട്ട് എൻ ബൈ നോം എൻ എന്നാണ് വരിക. ഇവിടെ നിങ്ങൾ എടുത്ത നിങ്ങളുടെ എൻ ആയിട്ട് ഇവർ പറഞ്ഞ യൂണിറ്റ് നോർമൽ വെക്ടർ ആയതുകൊണ്ട് തന്നെ താഴത്തെ നോം നിങ്ങൾക്ക് എന്തായി പോവും? 1 ആയിട്ട് പോവും. സോ ഇറ്റ് വിൽ ബി പി ക്യൂ ഡോട്ട് എൻ വേർ പിയും ക്യൂവും ഞാൻ എടുത്തിട്ടുണ്ട്. ഈ വെക്ടർ പി ക്യൂവിനെ നമ്മൾ എങ്ങനെയാണ് എഴുതുക? വെക്ടർ പി ക്യൂവിനെ നമ്മൾ പോയിന്റ് ഫോം അതിൽ നിന്ന് നമ്മൾ മാറ്റി എഴുതുകയാണെങ്കിൽ ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ഗാമ ഓഫ് ടി ഡോട്ട് എൻ എന്ന് പറഞ്ഞ് എഴുതാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ നേരത്തെ അവർ പറഞ്ഞ കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാര്യം നമുക്ക് അറിഞ്ഞ് അത് നമ്മൾ നമ്മുടെ ഈ ഫിഗറിലേക്ക് അങ്ങോട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആളായി. ഇനി നമുക്ക് നമ്മുടെ ടൈലർ തിയറം പ്രകാരം വാട്ട് ഈസ് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി എന്നുള്ളത് നോക്കാം. ദാറ്റ് വിൽ ബി ഈക്വൽ ടു നമ്മുടെ ഗാമ ഓഫ് ടി പ്ലസ് ഗാമ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ഓഫ് ടി പ്ലസ് 1/2 ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി ഇൻറ്റു ഡെൽറ്റ ടി ദ ഹോൾ സ്ക്വയർ പ്ലസ് സം വേറെയും ടേംസ് ഉണ്ടാവും. ഞാൻ അതിനെ റിമൈൻഡർ എന്ന് വിളിക്കുന്നു. വേർ റിമൈൻഡർ ബൈ ഡെൽറ്റ ടി സ്ക്വയർ ടെൻസ് ടു 0 ആസ് ഡെൽറ്റ ടി ടെൻസ് ടു 0. ഓക്കെ, ഇനി ഞാൻ അതിനെ ഒന്ന് ചെറുതായി റീഅറേഞ്ച് ചെയ്ത് എഴുതുന്നു. അതായത് ഗാമ ഓഫ് ടി പ്ലസ് ഡെൽറ്റ ടി മൈനസ് ഗാമ ഓഫ് ടി ഈക്വൽ ടു ഗാമ ഡോട്ട് ഓഫ് ടി ഡെൽറ്റ ടി പ്ലസ് 1/2 ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡെൽറ്റ ടി സ്ക്വയർ പ്ലസ് റിമൈൻഡർ എന്നുള്ള ഫോമിൽ. ഓക്കെ, ദെൻ ഇവരുടെ കൂടെ ഡോട്ട് വെക്ടർ എൻ എടുക്കുന്നു. രണ്ട് സൈഡും ഡോട്ട് വെക്ടർ എൻ എടുത്താൽ ഇതേ ഡോട്ട് എന്നും ഈ ഓരോരുത്തരുടെയും കൂടി ഡോട്ട് എൻ വരും. ഗാമ ഡോട്ട് എന്ന് പറഞ്ഞാൽ ടാൻജന്റ് വെക്ടറാണ്, വെക്ടർ എൻ എന്ന് പറയുന്നത് നോർമലാണ്. അതുകൊണ്ട് ഇവരുടെ എന്തായി പോവും? 0 ആയി പോവും. അല്ലെങ്കിൽ നിങ്ങൾ നേരത്തെ കൊറോളറിയിൽ നമ്മൾ പഠിച്ചിട്ടുമുണ്ട്, ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് ആണെങ്കിൽ ഗാമ ഡോട്ട് വെക്ടർ എൻ എന്ന് പറയുന്നത് 0 ആണ്. അവർ ഓർത്തോഗണലാണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് 0 ആയിട്ട് പോകും. ഇനി നിങ്ങൾ ഈ ടേം കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ ഈ ടേമിലെ നിങ്ങളുടെ ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടിയും ഗാമ ഡോട്ട് ഓഫ് ടിയും എഗെയിൻ പെർപെൻഡിക്കുലർ ആണെന്ന് അറിയാം. നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക എന്താണെന്ന് പറഞ്ഞാൽ വെക്ടർ എന്നും ഗാമ ഡോട്ടിന് പെർപെൻഡിക്കുലർ ആണ്, ഗാമ ഡബിൾ ഡോട്ടും വെക്ടർ എന്നിന് പെർപെൻഡിക്കുലർ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് വെക്ടേഴ്സും ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടിയും വെക്ടർ എന്നും പരസ്പരം വേണമെങ്കിൽ പാരലലാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഗാമ യൂണിറ്റ് സ്പീഡ് കർവ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും നമുക്ക് പറയാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഇനി നമ്മൾ ഇതിൻ്റെ ഈ ആളുടെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്തു എന്ന് വിചാരിക്കുക. മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുമ്പോൾ ഒരു കാര്യം കൂടി ശ്രദ്ധിക്കുന്നു, നമ്മൾ ആ റിമൈൻഡർ ടേംസിനെ ഡെൽറ്റ ടി വരുന്ന ആ ടേംസിനെ നമ്മൾ നെഗ്ലക്റ്റ് ചെയ്യുന്നു. അത് നെഗ്ലക്റ്റ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് മാത്രം കൺസിഡർ ചെയ്യുകയാണെങ്കിൽ ഈ രീതിക്ക് നമുക്ക് പറയാം അല്ലേ. ഇപ്പോൾ ഇതിൽ പറയുമ്പോൾ ഞാനിവിടെ ഡെഫിനിഷൻ കൊടുത്തു കഴിഞ്ഞാൽ നോം ഗാമ ഡോട്ട് ഡബിൾ ഡോട്ട് ഓഫ് ടി ഇൻറ്റു നോം വെക്ടർ ഇൻറ്റു ഇവിടെ കോസ് തീറ്റ വരും. പക്ഷെ അയാളുടെ പരസ്പരം പാരലൽ ആയതുകൊണ്ട് ഒരേ ഡയറക്ഷനിലാവണം എന്നില്ല. ഒന്നില്ലെങ്കിൽ കോസ് തീറ്റയുടെ വാല്യൂ 1 ആയിരിക്കും, അല്ലെങ്കിൽ -1 ആയിരിക്കും. പക്ഷെ അത് നിങ്ങൾ മോഡുലസ് എടുക്കുമ്പോൾ 1 ആയി പൊക്കോളും. ആൻഡ് ഡെൽറ്റ ടി സ്ക്വയർ എന്ന് പറഞ്ഞു വരും. ഇതിനെയാണല്ലോ നിങ്ങളുടെ ഡിസ്റ്റൻസ് ഡി ആയിട്ട് നിങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് ഇതായിരുന്നു നിങ്ങളുടെ ഡീവിയേഷൻ ഓഫ് ദ ടാൻജന്റ് ലൈൻ. ടി പോയി ടി പ്ലസ് ഡെൽറ്റ ടി ആയപ്പോൾ
നിങ്ങളുടെ കർവ് ഗാമ എന്ന് പറയുന്ന കർവ് ഗാമ ഓഫ് ടിയിലുള്ള ടാൻജന്റ് ലൈനുമായി വരുത്തിയ വ്യത്യാസമാണ് ഇപ്പൊ നമുക്ക് എന്തെന്ന് കിട്ടിയത് 1/2 നോം ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി ഡെൽറ്റ ടി സ്ക്വയർ. സോ ഇത് വെച്ചിട്ട് നമ്മൾ നെക്സ്റ്റ് ഒരു ഗാമ യൂണിറ്റ് സ്പീഡ് കർവാണെങ്കിൽ അതിന്റെ കർവേച്ചർ എന്താ വരിക എന്ന് ഡിഫൈൻ ചെയ്യാണ്. ഗാമ ഒരു യൂണിറ്റ് സ്പീഡ് കർവ് വിത്ത് പാരാമീറ്റർ ടി ആണെങ്കിൽ അതിന്റെ കർവേച്ചർ കാപ്പ ഓഫ് ടി അറ്റ് ദ പോയിന്റ് ഗാമ ഓഫ് ടീനെ ഡിഫൈൻ ചെയ്തിരിക്കുന്നത് നോം ഓഫ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി എന്ന് പറഞ്ഞിട്ടാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള 1-2 കാര്യങ്ങളുമായി ഇയാൾ ഒത്തുപോകുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമുക്ക് നോക്കാം. അപ്പോൾ ഇപ്പം നമ്മൾ കണ്ടത് ഈ ഡെഫിനിഷൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ട്രൂ ഫോർ ഓൾ യൂണിറ്റ് സ്പീഡ് കർവ്സ് ഇൻ ആർ എൻ ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. നേരത്തെ നമ്മൾ ഒരു പ്ലെയിൻ കർവിനാണ് ഏകദേശം നമ്മൾ രൂപപ്പെടുത്തിയെടുത്തത്. ഇപ്പം നമ്മളത് എല്ലാ കർവിനും ഇത് തന്നെയാണ് ഡെഫിനിഷൻ എന്ന് നമ്മൾ പറഞ്ഞ് മുന്നോട്ട് പോവാണ്. അപ്പോൾ ഈ ഡെഫിനിഷൻ നമ്മളുടെ നേരത്തെയുള്ള പ്രൊപ്പോസിഷനുമായിട്ടും കൂടി കൺസിസ്റ്റൻ്റ് ആണെന്നാണ് പറയുന്നത്. അതായത് ഒന്നുമില്ല, ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി 0 ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് പറയാൻ പറ്റും? ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി 0 ആണെങ്കിൽ നിങ്ങൾക്ക് പറയാൻ പറ്റുക നോം ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി 0 ആണ് എന്ന് പറയാം. കാരണം ഇതൊരു വെക്ടറാണ് ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി, അത് 0 ആണ് എല്ലാവിടെയും എന്ന് പറഞ്ഞാൽ നോം ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി നിങ്ങൾക്ക് എന്താണെന്ന് പറയാനായിട്ട് സാധിക്കും? 0 ആണെന്ന്. അതായത് ഇപ്പോൾ കർവേച്ചർ 0 ആയിട്ടുള്ള ഒരാൾ നിങ്ങൾ പറയുകയാണ് അയാൾ സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കും എന്ന്. അപ്പോൾ അത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് പ്രൂവ് ചെയ്യാവുന്നതേ ഉള്ളൂ. കാരണം നിങ്ങൾക്ക് ഇവിടുന്ന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഗാമ ഡോട്ട് ഓഫ് ടി നിങ്ങൾക്ക് കിട്ടുക എന്താണ്, ഒരു കോൺസ്റ്റൻ്റ് ആണെന്ന് കിട്ടും. ദെൻ വീണ്ടും ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഒരു ടി പ്ലസ് അനദർ കോൺസ്റ്റൻ്റ് എന്ന് കിട്ടും. ഇത് നമ്മൾ നേരത്തെ പ്രൂവ് ചെയ്തതാണ്. സോ ഇതിൽ നിന്ന് നമുക്ക് പറയാനായിട്ട് പറ്റുക 0 കർവേച്ചർ ആയിട്ടിരിക്കുമ്പോൾ നിങ്ങളുടെ ഗാമ ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പാർട്ടാണ് എന്ന് നിങ്ങൾക്ക് പറയാനായിട്ട് സാധിക്കും എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ ആണെങ്കിൽ കർവേച്ചർ 0 ആണ്, ആ ഒരു ഇതിന് കൺസിസ്റ്റൻ്റായി പോകുന്നുണ്ട് എന്ന് പറഞ്ഞു എന്ന് മാത്രം. ഇനി അടുത്തത് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു സർക്കിളിൻ്റെ കർവേച്ചറാണ്. സർക്കിളിൻ്റെ കർവേച്ചർ നിങ്ങളുടെ തന്നെ മനസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. വളരെ ചെറിയ, അതായത് ഇപ്പം നിങ്ങൾക്ക് സപ്പോസ് ഒരു വണ്ടി ഓടിക്കണം എന്ന് തന്നെ വിചാരിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിങ്ങനെ ഒരു ചെറിയ ഒരു സർക്കിള് കൺസിഡർ ചെയ്യുന്നുണ്ട്. ഇതിലൂടെ ഓടിക്കുന്നതായിരിക്കുമോ എളുപ്പം, അല്ല കുറച്ച് വലുപ്പമുള്ള സർക്കിളിലൂടെ പോകുന്നതായിരിക്കുമോ എളുപ്പം? ഈ ചെറിയ സർക്കിളിലാവുമ്പോൾ പെട്ടെന്ന് ഷാർപ്പ് ടേണിങ്, ഇങ്ങനെ നിങ്ങളുടെ വണ്ടി, അതായത് ഇപ്പോൾ കാറാണെങ്കിൽ അത് അതിൻ്റെ സ്റ്റിയറിങ് നിങ്ങൾക്ക് പെട്ടെന്ന് അല്ലെങ്കിൽ 2 വീലർ ആണെങ്കിലും പെട്ടെന്ന് ഇങ്ങനെ ഒടിച്ച് കൊടുക്കേണ്ടി വരും. പക്ഷെ ഇതിലാവുമ്പോൾ പിന്നെയും കുറച്ചും കൂടി ഈസി ആയിട്ട് നമുക്ക് ഇതിൻ്റെ അത്ര കഷ്ടം എന്തായാലും ഈ വലിയ സർക്കിളിലാവുമ്പോഴില്ല. അപ്പോൾ നമ്മുടെ മനസ്സിലുള്ള കൺസെപ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൽ കർവേച്ചർ കൂടുതലാണെന്നും ഇതിൽ കർവേച്ചർ കുറവാണെന്നുമാണ് നമ്മുടെ മനസ്സിലുള്ളത്. അത് നമുക്ക് ഈ ഡെഫിനിഷനുമായി കൺസിസ്റ്റൻ്റ് ആയി പോകുന്നുണ്ടോ എന്നുള്ളതൊന്ന് നോക്കാം. അപ്പോൾ നമ്മളൊരു സർക്കിള് കൺസിഡർ ചെയ്യാണ് R2. ആ സർക്കിളിൻ്റെ സെൻറ്റർ x0 y0 ആണ്. ആ സർക്കിളിൻ്റെ റേഡിയസ് r ആണെന്ന് വിചാരിക്കാം. എങ്കിൽ നിങ്ങൾക്ക് അയാളെ പാരാമീറ്ററൈസ് ചെയ്ത് എങ്ങനെ എഴുതാം എന്നുള്ളത് നോക്കാം. അപ്പോൾ അതിൻ്റെ കാർട്ടീഷ്യൻ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ x - x0 the whole square plus y - y0 the whole square equal to r square ആണ്. സോ യൂഷ്വലി നമ്മൾ ഈ കമ്പോണൻറ്റിനെ r cos θ എന്നും ഇതിനെ നമ്മൾ r sin θ എന്നും കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ പാരാമീറ്ററൈസേഷൻ ആയി. സോ നിങ്ങളുടെ എക്സ് എന്ന് പറഞ്ഞാൽ x0 പ്ലസ് r cos tയും y എന്ന് പറഞ്ഞാൽ y0 പ്ലസ് r sin tയും കിട്ടും. So your parameterization of this circle is gamma of t equal to x0 plus r cos t, y0 plus r sin t, where t varies between 0 and pi. ഇനി നമുക്ക് നമ്മുടെ ഗാമ ഡബിൾ ഡോട്ടിലേക്ക് എത്തണം. അപ്പോൾ ആദ്യം നമുക്ക് ഗാമ ഡബിൾ ഡോട്ടിലേക്ക് എത്തണമെങ്കിൽ ഫസ്റ്റ് നമ്മുടെ കർവ് യൂണിറ്റ് സ്പീഡ് കർവായിരിക്കണം. അപ്പോൾ യൂണിറ്റ് സ്പീഡ് കർവ് ആക്കണമെങ്കിൽ നമുക്ക് ആദ്യം ഈ തന്നിട്ടുള്ളത് ഒരു റെഗുലർ കർവായിരിക്കണം. എങ്കിലാണ് നമുക്കതിനെ റീപാരാമീറ്ററൈസേഷൻ പോസിബിൾ. അപ്പോൾ റെഗുലർ കർവാണോ എന്ന് നോക്കാനായിട്ട് നമ്മൾ ഗാമ ഡോട്ട് ഓഫ് ടി കണ്ടു. അപ്പോൾ ഗാമ ഡോട്ട് ഓഫ് ടി നിങ്ങൾക്ക് എന്താ കിട്ടുക? -r sin t, r cos t. So what is norm of gamma dot of t?
ദാറ്റ് ഈസ് ഈക്വൽ ടു ആർ ആണെന്ന് കിട്ടും. റേഡിയസ് ആയതുകൊണ്ട് തന്നെ അത് നോട്ട് ഈക്വൽ ടു 0 ആണ്. സോ ഇതൊരു റെഗുലർ ആയിട്ടുള്ളൊരു കർവ് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇതിനെ ആർക്ക് ലെങ്ത്തിൽ റീപാരാമെട്രൈസ് ചെയ്യാം. അങ്ങനെ ആർക്ക് ലെങ്ത്തിൽ റീപാരാമെട്രൈസ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു യൂണിറ്റ് സ്പീഡ് കർവ് ആവും എന്നുള്ളതും നമുക്കറിയാം. അപ്പോൾ അത് ചെയ്യാനാണ് പോണത്. അപ്പോൾ ആർക്ക് ലെങ്ത് കാണാനായിട്ട് പോകുന്നു. സോ ആർക്ക് ലെങ്ത് എസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to t റൂട്ട് ഓഫ്, ഓക്കെ, ഇവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ഡി ടി കൊടുക്കാം, അല്ലെങ്കിൽ ഡി യു കൊടുക്കണമെങ്കിൽ ഡി യു കൊടുക്കാം. എങ്ങനെയായാലും കുഴപ്പമില്ല, അറിയണമെന്ന് മാത്രം. അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടും അല്ലേ. സോ ഇറ്റ് ഈസ് ആർ ടി എന്ന് പറഞ്ഞ് നിങ്ങൾക്ക് കിട്ടും. അഥവാ ടി ഈക്വൽ ടു എസ് ബൈ ആർ ആണെന്ന് എഴുതാം. ഇനി നമ്മൾ ഈ ടിക്കൊക്കെ പകരം ഇവിടെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും? എസ് ബൈ ആർ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ കർവിനെ നിങ്ങൾ ആർക്ക് ലെങ്ത്തിൻ്റെ ടേംസിലേക്ക് പാരാമെട്രൈസ് ചെയ്ത് കഴിഞ്ഞു. സോ യുവർ ഗാമ ഓഫ് എസ് ഈക്വൽ ടു എക്സ് നോട്ട് പ്ലസ് ആർ കോസ് എസ് ബൈ ആർ വൈ നോട്ട് പ്ലസ് ആർ സൈൻ എസ് ബൈ ആർ എന്ന് കിട്ടും. ഇനിയിപ്പോൾ എസ് എന്നോ ടീന്നോ യുന്നോ വിന്നോ എന്ത് വേണമെങ്കിലും വിളിച്ചോളൂ. അപ്പോൾ ഇത് ജസ്റ്റ് നമ്മൾ ഇതുവരെയും ഗാമ ഓഫ് ടി ആണ് യൂണിറ്റ് സ്പീഡ് ഇപ്പോൾ കർവ് എന്ന് പറഞ്ഞ് നമ്മൾ ഇതുവരെ പറഞ്ഞത് കൊണ്ട് എഗെയിൻ ഞാൻ ആ ടി കൊടുക്കുന്നു. നേരത്തെയുള്ള ടിയുമായി നിങ്ങൾ കൺഫ്യൂസ് ചെയ്യേണ്ട. ഇവിടുന്ന് പിന്നെ എന്തും പാരാമീറ്റർ എന്ന് പറയുന്ന ഒരു സാധനത്തിന് ചക്കാന്നോ മാങ്ങാന്നോ എന്ത് വാല്യൂ വേണമെങ്കിലും നമുക്ക് കൊടുക്കാം. അതുകൊണ്ടാണ് ഞാനിവിടെ ടി എന്ന് എടുത്തത്. അപ്പോൾ എൻ്റെ ഗാമ ഓഫ് ടി എന്ത് കിട്ടും നിങ്ങൾക്ക്? എക്സ് നോട്ട് പ്ലസ് ആർ കോസ് ടി ബൈ ആർ വൈ നോട്ട് പ്ലസ് ആർ സൈൻ ടി ബൈ ആർ എന്നുള്ളത് കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നും കൂടി വെരിഫൈ ചെയ്യാം. ഗാമ ഡോട്ട് ഓഫ് ടി 1 തന്നെയല്ലേ? നോം ഗാമ ഡോട്ട് ഓഫ് ടി നിങ്ങൾക്ക് 1 തന്നെയല്ലേ? യൂണിറ്റ് സ്പീഡ് കർവ് തന്നെയല്ലേ എന്ന് വേണമെങ്കിൽ ഒരിക്കൽ കൂടി നോക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ ഗാമ യൂണിറ്റ് സ്പീഡ് തന്നെയാണെന്ന് നമുക്ക് കിട്ടും. ദെൻ ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി കണ്ടുപിടിച്ച് കർവേച്ചറായ നോം ഗാമ ഡബിൾ ഡോട്ട് ഓഫ് ടി കണ്ടു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് 1/r. അതായത് ഒരു കർവേച്ചർ ഓഫ് എ സർക്കിൾ എന്ന് പറയുന്നത് അതിൻ്റെ റേഡിയസിൻ്റെ റെസിപ്രോക്കലാണ് എന്ന് നമുക്ക് കിട്ടും. അപ്പോൾ എന്താ, സ്മോൾ കർവിന് ലാർജ് കർവേച്ചർ ആയിരിക്കും, ലാർജ് സർക്കിൾസിന് സ്മോൾ കർവേച്ചർ ആയിരിക്കും. അതുകൊണ്ടാണ് നേരത്തെ നമ്മൾ ഉദ്ദേശിച്ച പോലെ തന്നെ, അതായത് ചെറിയതിലാവുമ്പോൾ നമുക്ക് ഒരുപാട് പെട്ടെന്ന് ഒടിച്ചു കൊടുക്കേണ്ടി വരുമെന്നും വലിയ സർക്കിളിലാവുമ്പോൾ ഇറ്റ് വിൽ ബി കുറച്ചും കൂടി ഈസി ആയിരിക്കും കമ്പയർ ടു സ്മോൾ സർക്കിൾ എന്നും നമ്മൾ പറഞ്ഞ ലോജിക്കായിട്ട് തിങ്ക് ചെയ്ത അതേ കാര്യം ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. ഇനി നമ്മൾ നെക്സ്റ്റ് ഒരു ഭാഗത്തിലേക്ക് കടക്കുന്നതിന് മുന്നേ നമുക്കൊരു എക്സസൈസ് 1.3.4 ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. കാരണം അവിടെ യൂസ് ചെയ്യുന്ന ഒരു ഐഡിയ നമുക്ക് പിന്നീട് ആവശ്യമുണ്ട്, അതുകൊണ്ടാണ്. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗാമ ടിൽഡ ഒരു റീപാരാമെട്രൈസേഷൻ ഓഫ് കർവ് ഗാമയാണെങ്കിൽ ഗാമ ഈസ് എ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ ടിൽഡ ആണ്. അതായത് അങ്ങോട്ടും ഇങ്ങോട്ടും പറ്റും എന്നുള്ളത് ഒരുപക്ഷെ നമ്മൾ നേരത്തെ ചെയ്ത് കാണും, എങ്കിലും ഒരിക്കൽ കൂടി നമുക്ക് നോക്കാം. അപ്പൊ ആദ്യത്തെ എന്താ തന്നിരിക്കുന്നത്? ഗാമ ടിൽഡ ഈസ് എ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ ടിൽഡ ഓഫ് ടി ഈക്വൽ ടു ഗാമ ഓഫ് ഫൈ ഓഫ് ടി, അഥവാ ഗാമ കോമ്പോസിഷൻ ഫൈ ഓഫ് ടി ആണ് എന്ന് പറയാം. ഇനി ഫൈ ഒരു ബൈജക്റ്റീവ് മാപ്പ് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഫൈക്ക് ഇൻവേഴ്സ് ഉണ്ടാവും. ഞാൻ അയാളെ സൈ എന്ന് വിളിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടത് ഗാമ ഈസ് എ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ ടിൽഡ എന്ന് പറഞ്ഞാൽ ഇതേപോലെ എഴുതുകയാണെങ്കിൽ ഗാമ ഈക്വൽ ടു ഗാമ ടിൽഡ കോമ്പോസിഷൻ സം ഫംഗ്ഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാണ് വേണ്ടത്. അതായത് ഗാമ ടിൽഡ ഓഫ് സം ഫംഗ്ഷൻ ഓഫ് ടി എന്നാണ് നിങ്ങൾക്ക് വേണ്ടത്. അപ്പോൾ അതിനുവേണ്ടി ഞാൻ തുടങ്ങുന്നത് തന്നെ ഗാമ ടിൽഡ ഓഫ് സൈ ഓഫ് ടി എന്താണെന്ന് കാൽക്കുലേറ്റ് ചെയ്യുന്നു. അപ്പോൾ ഈ ഡെഫിനിഷൻ പ്രകാരം എന്താ വരിക? ടിയുടെ സ്ഥാനത്ത് സൈ ഓഫ് ടി ആണ് ഇവിടെ വന്നിരിക്കുന്നത്, അതിവിടെ ഇട്ട് കൊടുക്കുക. ടിക്ക് പകരം ഇവിടെ സൈ ഓഫ് ടി ഇട്ട് കൊടുക്കുക. സോ ഇറ്റ് ഈസ് ഗാമ ഓഫ് ഫൈ ഓഫ് സൈ ഓഫ് ടി. അപ്പോൾ ഫൈ കോമ്പോസിഷൻ സൈ എന്ന് വരും. ഫൈയും സൈയും പരസ്പരം ഇൻവേഴ്സ് ആണ്. സോ ഇത് എന്ത് മാപ്പായി പോവും? ഐഡന്റിറ്റി മാപ്പായി പോവും. അപ്പോൾ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഗാമ ഓഫ് ടി എന്ന് കിട്ടും. അപ്പോൾ ഇപ്പോൾ കിട്ടിയില്ലേ ഗാമ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ ടിൽഡ ആണ്. അത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് പറയുന്നത് ഗാമ ടിൽഡ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമയാണ് ആൻഡ് ഗാമ ക്യാപ്പ് റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ ടിൽഡ ആണെങ്കിൽ ഗാമ ക്യാപ്പ് ഈസ് എ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ എന്നുള്ളതാണ് നമുക്കിനി പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതും പ്രൂവ് ചെയ്യാൻ ഈസി തന്നെയാണ്. ആദ്യം തന്നെ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. അപ്പോൾ ഗാമ ടിൽഡ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ എന്ന് പറഞ്ഞാൽ ഗാമ ടിൽഡ ഓഫ് ടി ഈക്വൽ ടു ഗാമ ഓഫ് ഫൈ ഓഫ് ടി ആണ്. അതുപോലെ ഗാമ ക്യാപ്പ്
റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ ടിൽഡ എന്ന് പറഞ്ഞാൽ ഗാമ ക്യാപ്പ് ഓഫ് ടി ഈക്വൽ ടു ഗാമ ടിൽഡ ഓഫ് സൈ ഓഫ് ടി ആണെന്ന് കിട്ടും. ഫൈയും സൈയും നമ്മുടെ റീപാരാമെട്രൈസേഷൻ മാപ്സ് ആണ്, അതുകൊണ്ട് തന്നെ അവർ എന്തായിരിക്കും ബൈജക്റ്റീവ് ആയിരിക്കും. അത് ആ കണ്ടീഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇനി നമുക്ക് വേണ്ടത് ഗാമ ക്യാപ്പ് ഈസ് എ റീപാരാമെട്രൈസേഷൻ ഓഫ് ഗാമ എന്നാണ്. അതായത് ഗാമ ക്യാപ്പ് ഈക്വൽ ടു ഗാമ ഓഫ് സം ഫങ്ഷൻ ഓഫ് ടി എന്ന് പറഞ്ഞാണ് എഴുതേണ്ടത്. അപ്പൊ ഗാമ ക്യാപ്പ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ വേണമെങ്കിൽ അറിയാം ഗാമ ടിൽഡ ഓഫ് സൈ ഓഫ് ടി ആണ് എന്ന് നമുക്കറിയാം. ഇനി ഗാമ ടിൽഡ ഓഫ് സൈ ഓഫ് ടി ഇവിടെ അപ്ലൈ ചെയ്യൂ. ഗാമ ഓഫ് ടി, ഈ ടിക്ക് പകരം ഇവിടെ സൈ ഓഫ് ടി വന്നതൊന്ന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഇറ്റ് ഈസ് ഗാമ ഓഫ് ഫൈ ഓഫ് സൈ ഓഫ് ടി, അഥവാ ഗാമ ഓഫ് ഫൈ കോമ്പോസിഷൻ സൈ ഓഫ് ടി. ഇവിടെ ഫൈ കോമ്പോസിഷൻ സൈയും ഒരു റീപാരാമെട്രൈസേഷൻ മാപ്പ് ആണെന്ന് പറയാം. കാരണം ഫൈയും സൈയും ഒക്കെ ബൈജക്റ്റീവ് സ്മൂത്തും ഒക്കെ ആകുമ്പോൾ കോമ്പോസിഷന് അങ്ങനെ തന്നെ ആയിരിക്കും. അതൊക്കെ ഈസി ആയിട്ട് നമുക്ക് പറയാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ അതും നമ്മൾ പ്രൂവ് ചെയ്യും. അപ്പോൾ നെക്സ്റ്റ് കാര്യത്തിൽ എന്താ പറയണത് എന്ന് വെച്ചാൽ, ഇതെന്താ ഇപ്പോൾ പറയാനുള്ള അവസരം എന്ന് വെച്ചാൽ, സപ്പോസ് നിങ്ങൾക്ക് തന്നിട്ടുള്ള ഗാമ ഒരു റെഗുലർ കർവാണെന്ന് വിചാരിക്കാം. അപ്പം നമുക്കറിയാം ഗാമ ഒരു റെഗുലർ കർവാണെങ്കിൽ നിങ്ങൾക്ക് ഗാമയ്ക്ക് ഒരു യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷൻ ഗാമ ടിൽഡ എന്നുള്ളത് പോസിബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് കർവേച്ചർ ഓഫ് ഗാമ കണ്ടുപിടിക്കാനായിട്ട് നിങ്ങൾ ഗാമ ടിൽഡയുടെ കർവേച്ചർ കണ്ടുപിടിച്ചാൽ മതി എന്ന് പറയണമെങ്കിൽ എന്തുകൊണ്ടാണെന്ന് ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ കർവേച്ചറിൻ്റെ അവിടെ ഡിഫൈൻ ചെയ്യുമ്പോൾ നമ്മുടെ ഗാമ യൂണിറ്റ് സ്പീഡ് ആവണം എന്ന് നമ്മൾ നിർബന്ധം പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് ഈ യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷനിലേക്കൊക്കെ നമ്മൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ, അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയത് ഗാമ റെഗുലർ കർവാണെങ്കിൽ ഇയാൾക്കൊരു റീപാരാമെട്രൈസേഷൻ യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷനായ ഗാമ ടിൽഡ ഉണ്ട്. അതുകൊണ്ട് ഗാമയുടെ കർവേച്ചർ അറിയാൻ ഗാമ ടിൽഡയുടെ കർവേച്ചർ എന്താണെന്ന് അറിഞ്ഞാൽ മതി എന്ന് പറയണം എന്നുണ്ടെങ്കിൽ നമുക്ക് പറയാനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ ഗാമ എന്ന് പറയുന്ന കർവിനെ തന്നെ യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷൻ ആക്കാനായിട്ട് വേറെ ഒരു പാരാമെട്രൈസേഷൻ കൊടുത്തു എന്ന് വിചാരിക്കുക. എന്നിട്ട് കിട്ടുന്നൊരു കർവാണ് ഗാമ ക്യാപ്പ് എന്ന് വിചാരിക്കുക. ആ ഗാമ ക്യാപ്പിൻ്റെ കർവേച്ചർ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും ഈ ഗാമ ടിൽഡയുടെ കർവേച്ചർ കണ്ടുപിടിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് എന്ത് തന്നെ കിട്ടണം? സെയിം തന്നെ കിട്ടണം. എങ്കിലാണ് നമുക്കിപ്പോൾ ഈ പറഞ്ഞ കാര്യം നമുക്ക് ഓക്കെ ആയിട്ട് വരുള്ളൂ. മനസ്സിലായോ? അതായത് ഒരേ കർവിൻ്റെ തന്നെ നിങ്ങൾ 2 യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ ആ 2 യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷനിലും നിങ്ങൾ കർവേച്ചർ കാൽക്കുലേറ്റ് ചെയ്താൽ അവർ ഈക്വൽ ആയിരിക്കണം. എന്നാലല്ലേ പറയാനായിട്ട് പറ്റുള്ളൂ. അല്ലാതെ നമ്മുടെ നാട്ടിൽ ഇങ്ങനെയാണ്, അപ്പുറത്തെ നാട്ടിൽ പോകുമ്പോൾ വേറെ ഒരു രീതിക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പറ്റില്ല. മാത്തമാറ്റിക്കലി നമ്മൾ അങ്ങനെ ഒരിക്കലും ആക്സെപ്റ്റ് ചെയ്യില്ല. എല്ലാം അവിടെ ഒരുപോലെയുള്ള കാര്യങ്ങൾ വേണം എന്നുള്ള വാശിക്കാരാണ് നമ്മൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കാര്യം പോസിബിൾ ആണോ എന്നാണ് നമ്മളിപ്പോൾ ഇവിടെ നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് പറയാനായിട്ട് പറ്റുക എന്താന്ന് പറഞ്ഞാൽ, ഇപ്പം നമ്മളിത് എന്തിനാണ് കണ്ടത് എന്ന് പറഞ്ഞാൽ, നമ്മൾ ഈ 2 റീപാരാമെട്രൈസേഷൻ ചെയ്യുന്നല്ലോ ഗാമയുടെ, ഗാമ ടിൽഡയും ഗാമ ക്യാപ്പും. ഇവർ പരസ്പരം റീപാരാമെട്രൈസേഷൻ ആണ് എന്നാണ് ഇനി നമ്മൾ പറയാനായിട്ട് പോകുന്നത്. അതെങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് പ്രൂവ് ചെയ്യാനായിട്ട് പറ്റും. അതായത് ഗാമ ടിൽഡ ഗാമയുടെ ഒരു റീപാരാമെട്രൈസേഷൻ ആണ്, അപ്പം ഇത്തരത്തിൽ എഴുതാൻ പറ്റും. അതുപോലെ ഗാമ ക്യാപ്പും ഗാമയുടെ തന്നെ യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷൻ ആണ്. അപ്പം നിങ്ങൾക്ക് ഗാമ ഓഫ് സൈ ഓഫ് ടി, ഇവർ ഫൈയും സൈയും എന്താണ് ഒരു നിങ്ങളുടെ റീപാരാമെട്രൈസേഷൻ മാപ്സ് ആണ് എന്ന് നിങ്ങൾക്ക് എടുക്കാം. ബൈജക്റ്റീവ് ആയിട്ടുള്ളവരാണ് എന്ന് എടുക്കാം. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണ്ടത് എന്താണ്? ഗാമ ക്യാപ്പോ ഗാമ ടിൽഡയും പരസ്പരം റീപാരാമെട്രൈസേഷൻ ആണ് എന്നാണ് നിങ്ങൾക്ക് പറയേണ്ടത്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾ ഗാമ ടിൽഡ ഓഫ് ടിയിൽ നിന്ന് തുടങ്ങുന്നു. ദാറ്റ് ഈസ് ഗാമ ഓഫ് ഫൈ ഓഫ് ടി ആണ്. ഇനി ഇവിടെ നിന്ന് നിങ്ങൾക്ക് കിട്ടുക എന്താണെന്ന് വെച്ചാൽ ഗാമ ഓഫ് സൈ ഇൻവേഴ്സ് ഓഫ് ടി ഈക്വൽ ടു ഗാമ ക്യാപ്പ് ഓഫ് സൈ ഇൻവേഴ്സ് ഓഫ് ടി ആണ് എന്ന് പറയാലോ. ജസ്റ്റ് ഈ ഡെഫിനിഷനിൽ നിന്ന് ടിക്ക് പകരം അവിടെ സൈ ഇൻവേഴ്സ് ഓഫ് ടി കൊടുത്തു എന്ന് മാത്രം. ഇവിടെ ഇത് രണ്ടും കൂടി ഐഡന്റിറ്റി ആയി പോയിട്ട് നിങ്ങൾക്ക് എന്തെന്ന് കിട്ടും? ഗാമ ഓഫ് ടി ആണ് എന്ന് തന്നെ കിട്ടും. അപ്പോൾ ആ റിസൾട്ട് ഒന്ന് ഇവിടെ അപ്ലൈ ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുക ഗാമ ഓഫ് ഫൈ ഓഫ് ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഗാമ ക്യാപ്പ് ഓഫ് സൈ ഇൻവേഴ്സ് ഓഫ് ഫൈ ഓഫ് ടി ആണ് എന്ന് പറയാം. കാരണം ടിക്ക് പകരം ഇവിടെ വന്നിരിക്കുന്നത് ഫൈ ഓഫ് ടി ആണ്. ഓക്കെ,
അപ്പോൾ അത് ഇട്ട് കൊടുത്തു. എഗെയിൻ നിങ്ങൾക്ക് ഇതിനെ ഒരു മാപ്പായിട്ട് യു എന്ന് കാണുകയാണെങ്കിൽ ഗാമ ക്യാപ്പ് ഓഫ് യു ഓഫ് ടി എന്ന് പറയാം. അഥവാ ഗാമ ടിൽഡ ഓഫ് ടിയും ഗാമ ക്യാപ്പ് ഓഫ് യുവും ഒന്നാണ് എന്ന് പറയാം. അതാണ് ഇവിടെ ഇവർ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ഇനി ഇങ്ങനെയാണെങ്കിൽ നമുക്ക് എഗെയിൻ കൊറോളറി 1.3.7 യൂസ് ചെയ്യാനായിട്ട് പറ്റും. കാരണം അവിടെ നിങ്ങൾക്ക് ഒരു കർവ് ഉണ്ട്, അയാൾക്കൊരു യൂണിറ്റ് സ്പീഡ് റീപാരാമെട്രൈസേഷൻ ഉണ്ട്, അതായത് റെഗുലർ കർവ് തന്നെ ആയിരുന്നു നമ്മുടെയും. ഇവിടെയും എഗെയിൻ ഗാമ ടിൽഡ ഒരു യൂണിറ്റ് റീപാരാമെട്രൈസേഷൻ ആണ്. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഗാമ ടിൽഡാവും ഗാമ ക്യാപ്പും ഈക്വൽ ആണ് എന്നൊക്കെ പറഞ്ഞു, യു സ്മൂത്ത് ഫംഗ്ഷൻ ആണെന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ മാറ്റി എഴുതാൻ പറ്റും എന്നാണ് കൊറോളറി 1.3.7 പറയുന്നത്. അപ്പൊ ഈ റിസൾട്ട് നമുക്ക് നമ്മുടെ കേസിൽ, അതായത് ആരുടെ ഗാമയുടെയും ഗാമ ക്യാപ്പിൻ്റെയും കാര്യത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റും. അത് നിങ്ങൾക്ക് യൂണിറ്റ് സ്പീഡാണെന്നുള്ളത് കാണിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ചില അവിടെ നിന്ന് ചെയിൻ റൂൾ എടുത്ത് ചെയ്യേണ്ടി വരുമെന്നേ ഉള്ളൂ. അതായത് ഇവിടെ ഗാമ ക്യാപ്പ് ഗാമ ടിൽഡയുടെ പാരാമെട്രൈസേഷൻ ആണെന്നും അയാൾ യൂണിറ്റ് സ്പീഡ് ആണെന്നും കൂടിയാണ് നിങ്ങൾക്ക് പറയേണ്ടത്. അപ്പം അത് നിങ്ങൾക്ക് ഈസിയായി കാണിക്കാം. അങ്ങനെ കാണിക്കാനായിട്ട് നിങ്ങൾക്ക് പറ്റിയാൽ യു എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് പ്ലസ് ഓർ മൈനസ് ടി പ്ലസ് സി, വെർ സി ഈസ് എ കോൺസ്റ്റന്റ് ആണെന്ന് പറയാം. ആ പ്രൂഫ് ഈ കൊറോളറി അപ്ലൈ ചെയ്യാനായിട്ട് ഇത് യൂണിറ്റ് സ്പീഡ് ആണെന്ന് കാണിക്കുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ജസ്റ്റ് ഒന്ന് നിങ്ങൾ അതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എടുത്ത് നോക്കിയാൽ മതി. ടി വെച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്ത് നോക്കി ചെയിൻ റൂൾ അപ്ലൈ ചെയ്താൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും. അപ്പം നിങ്ങളുടെ യു എന്ന് പറയുന്നത് പ്ലസ് ഓർ മൈനസ് ടി പ്ലസ് സി ആണെന്ന് ആ റിസൾട്ട് വെച്ചിട്ട് കൊറോളറി വെച്ച് നിങ്ങൾക്ക് പറയാനായിട്ട് പറ്റും. വെർ സി ഈസ് എ കോൺസ്റ്റന്റ്. ഇനി നമുക്ക് വേണ്ടത് എന്താ, ഈ രണ്ട് റീപാരാമെട്രൈസേഷൻ ചെയ്താലും ഇവരുടെ നിങ്ങൾക്ക് നോം ഗാമ ടിൽഡ ഡബിൾ ഡോട്ടും നോം ഗാമ ക്യാപ്പ് ഡബിൾ ഡോട്ടും സെയിം ആണെന്നാണ് കാണിക്കേണ്ടത്. അപ്പോൾ സെയിം ആണോ എന്നുള്ളത് നോക്കാം. ഇപ്പം ഇത് ടിയുടെ ഫംഗ്ഷനാണ്, ഇവിടെ യുടെ ഫംഗ്ഷനാണ്. അപ്പോൾ ഡി ഗാമ ടിൽഡ ബൈ ഡി ടി എന്ത് വരും? നിങ്ങൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്ത ഡി ഗാമ ക്യാപ്പ് ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി ടി. യു എന്ന് പറഞ്ഞാൽ പ്ലസ് ഓർ മൈനസ് ടി പ്ലസ് സി എന്നുള്ളതാണ്. അപ്പോൾ ഡി യു ബൈ ഡി ടിയുടെ വാല്യൂ പ്ലസ് ഓർ മൈനസ് 1 വരും. സോ ഡി ഗാമ ടിൽഡ ബൈ ഡി ടി ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് ഡി ഗാമ ക്യാപ്പ് ബൈ ഡി യു ആണ്. എഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പോൾ എഗെയിൻ ഒരു പ്രാവശ്യം കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഡി സ്ക്വയർ ഗാമ ടിൽഡ, ഇവിടെ ഒരു സ്ക്വയർ അത് വേണ്ട, ഡി സ്ക്വയർ ഗാമ ടിൽഡ ബൈ ഡി ടി സ്ക്വയർ ഈക്വൽ ടു ഡി ബൈ ഡി ടി ഓഫ് ഡി ഗാമ ടിൽഡ ബൈ ഡി ടി. ഓക്കെ, ദാറ്റ് ഈസ് ഡി ബൈ ഡി ടി ഓഫ് പ്ലസ് ഓർ മൈനസ് ഡി ഗാമ ടിൽഡ ബൈ ഡി. സോ എഗെയിൻ ഈ ആളിൽ നമ്മൾ ചെയിൻ റൂൾ അപ്ലൈ ചെയ്യുമ്പോൾ ഡി ബൈ ഡി യു ഓഫ് പ്ലസ് ഓർ മൈനസ് ഡി ഗാമ ബൈ ഡി യു ഇൻറ്റു ഡി യു ബൈ ഡി ടി. എഗെയിൻ അതിൻ്റെ ഒരു പ്ലസ് ഓർ മൈനസ് 1 വരും. ഈ പ്ലസ് ഓർ മൈനസ് രണ്ടും കൂടി നിങ്ങൾക്ക് മൊത്തം പോസിറ്റീവായി പോകും. സോ ഇറ്റ് ഈസ് ഈക്വൽ ടു ഡി സ്ക്വയർ ഗാമ ബൈ ഡി യു സ്ക്വയർ ആണ് എന്നുള്ളത് കിട്ടും. ഗാമ അല്ല, ഗാമ ക്യാപ്പ് അല്ലേ. ഇവിടെ ഒരു ഗാമ ക്യാപ്പ്, ഇവിടെയും ഗാമ ക്യാപ്പ്, ഈ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പം എന്താ നമുക്ക് കിട്ടിയത്? ഗാമ ടിൽഡയുടെ ആണെങ്കിലും ഗാമ ക്യാപ്പിൻ്റെ ആണെങ്കിലും കർവേച്ചർ സെയിം ആണ്. അതായത് നിങ്ങൾ എങ്ങനെ ഒരു കർവിനെ, ഒരു റെഗുലർ കർവിനെ യൂണിറ്റ് സ്പീഡ് പാരാമെട്രൈസേഷൻ ചെയ്താലും കുഴപ്പമില്ല, നിങ്ങളുടെ അവിടുത്തെ കർവേച്ചർ സെയിം തന്നെ ആയിരിക്കും എന്നുള്ളതാണ് നമ്മൾ ഇതുവരെ കണ്ടത്. ഓക്കെ, താങ്ക് യു.